അതെ, ഇന്ന് നമ്മൾ പോണത് വേറെങ്ങല്ല കേട്ടോ, നമ്മുടെ കോട്ടയത്ത് തന്നെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അതെവിടെയാണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. സോ ഇപ്പം നിങ്ങൾ ഈ വഴി കാണുന്ന പ്രകൃതി രമണീയതയ്ക്ക് ആസ്വദിച്ചോളൂ. ബാക്കി അവിടെ ചെന്നിട്ട്. ഞാൻ പറഞ്ഞ സ്ഥലം തണലോരം. ഇതെവിടെയാണെന്നറിയണ്ടേ? ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ നീർക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് നമ്മുടെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ മുളക്കാടുകളും അതുപോലെ തന്നെ കുറേ അധികം ഊഞ്ഞാലുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ അകം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ബാ, നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം. പ്രകൃതിയോട് വളരെ ഇണങ്ങിയിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കുറേ ഏർമാടങ്ങളും കുറേ ഊഞ്ഞാലുകളും ഒത്തിരി നമുക്കൊരു കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ളൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. നമുക്ക് വെളിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇത്രയും നല്ല സംഭവങ്ങളുണ്ടെന്നുള്ളത്. ഇതിനകത്തൊരു മുളക്കാടിൻ്റെ ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ കാണണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇവിടെ നമുക്ക് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയാണ് കേട്ടോ എൻട്രി ഉള്ളത്. നമ്മൾ കാഴ്ചക്കാർ കാണാൻ വരുന്നവർ വേസ്റ്റ് ഒന്നും അവിടെ ഇടരുതെന്ന് പ്രത്യേകം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം വേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. സോ ഞങ്ങളവിടെ ചെന്നപ്പോൾ അധികം വേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കുറേ നാളായിട്ട് വെള്ളപ്പൊക്കം, അതായത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്കുള്ള എൻട്രി അവർ ബ്ലോക്ക് ചെയ്യും. കാരണം ഇവിടെ എല്ലാം വെള്ളം കയറുന്നതുകൊണ്ട് നമ്മുടെ സുരക്ഷ ഓർത്ത് അവരങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെറും വിസ്മയമല്ല, മുള കൊണ്ടുള്ളൊരു വിസ്മയം. ഈ മുളകളൊന്നും അതായത് മനുഷ്യനിർമ്മിതമായിട്ട് ഈ മുള ഇങ്ങനെ വെച്ചേക്കുന്നതൊന്നുമല്ല. ഇത് ആക്ച്വലി പ്രകൃതി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വിസ്മയമാണ് കേട്ടോ. ഇവിടെ ഒരു ഒരു വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. വഞ്ചിയല്ല, ചെങ്ങാണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഉപയോഗമല്ല. നമുക്കിവിടെ ചൂണ്ടയിടാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സിനിമയ്ക്കകത്ത് ഒരു ലൊക്കേഷൻ കാണുന്നൊരു പ്രതീതിയായിരുന്നു ഈ സ്ഥലത്തെത്തിയപ്പോൾ. കണ്ടോ, ഒരു ഏർമാടവും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പാലം കയറി അപ്പുറം ക്രോസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളപ്പൊക്കം ഒക്കെ ആയതുകൊണ്ട് അവർ ആ പാലം താൽക്കാലികമായി മാറ്റി വെച്ചേക്കാണ്. കാരണം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്, ഇവിടെ നല്ല വെള്ളം അധികം കയറുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ ആ പാലം താൽക്കാലികമായിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ. ആക്ച്വലി ലൈക്ക് ഒരു കുമരകം ഒക്കെ പോലെ തന്നെ നമ്മുടെ ബേർഡ് സാഞ്ചുറി ഒക്കെ ഇല്ലേ, അത്രയും അങ്ങ് ലോങ് ആയിട്ട് നടക്കാനൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കോട്ടയത്തുള്ള എല്ലാവരും വരണം, കാണണം. അപ്പം അത്രേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നാളെ വേറൊരു സ്ഥലവുമായി വേറൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ അതുവരേക്കും ടാറ്റാ.